Hi everyone, this is Dr. Neetu from Drona Institute. PSC പരീക്ഷ ഇങ്ങോട്ട് പടിവാതിൽക്കൽ എത്തിയില്ലേ. ഇനി നമുക്ക് 2 ദിവസമാണ് PSC പരീക്ഷയ്ക്കുള്ളത്. നമ്മൾ ഏകദേശം ഒരു വർഷമായിട്ടോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഒരു പരീക്ഷയെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് വന്നവരാണ്. ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും എഫേർട്ട് നമ്മൾ ഇട്ടു, അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഒരുപാട് ക്ലാസ്സസ് കേട്ടു, ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്തു, നമ്മളുടെ തെറ്റുകൾ തന്നെ തിരുത്തി കൂടുതൽ പഠിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെമ്മറൈസ് ചെയ്തു. ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ എഫേർട്സും നമ്മൾ ഇത്രയും കാലം കൊണ്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ഈ 2 ദിവസം കൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഈ 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് വിജയത്തിലേക്ക് കൂടുതൽ അടുത്തെത്താൻ പറ്റുക, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഈ വീഡിയോ കേൾക്കണം എന്ന് ഞാൻ പറയും. കാരണം ഈ 2 ദിവസം നമ്മളാണ് നമ്മളുടെ വില്ലനാവാൻ പോകുന്നത്. നമ്മളുടെ വിജയത്തിലേക്കുള്ള എൻട്രി നമ്മളാണ് ഈ 2 ദിവസം കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവസാനത്തെ ദിവസങ്ങളാകുമ്പോഴേക്കും നമുക്കൊരു വില്ലൻ കയറി വരും. നമ്മളുടെ സ്ട്രെസ്, നമ്മളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആകെ തകിടം മറിയും. സ്ട്രെസ്സ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ പരീക്ഷാ ഹാളിൽ നമ്മൾ എത്ര എഫേർട്ടായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും പരീക്ഷാ ഹാളിൽ ശരിക്കും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യം പല സുഹൃത്തുക്കൾക്കും പല വിദ്യാർത്ഥികൾക്കും കണ്ടിട്ടുണ്ട്. ഈ സ്ട്രെസ് എങ്ങനെ ഓവർകം ചെയ്യാം, ഇന്നും നാളെയും വരുന്ന അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് വരെയുള്ള ആ സമയം വരെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഇനി ഒരു ശക്തിക്കും പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങളായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടർ, നിങ്ങളായിരിക്കും നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ശബ്ദമെടുത്ത് നിൽക്കുന്ന ആൾ, നിങ്ങളായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വിശ്വസ്തയോടുകൂടി നിങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളും നിങ്ങളായി മാറും. അതൊരു വല്ലാത്ത ശക്തിയാണ്. ആ ശക്തിയാണ് ഈ 2 ദിവസം നമ്മൾ ആർജിക്കേണ്ടതും, അല്ലെങ്കിൽ ആ ശക്തിയാണ് നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടതും. സോ അതിനെന്തൊക്കെ ചെയ്യാം, എങ്ങനെ ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് നമുക്ക് ഓവർകം ചെയ്യാം, അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. വെറും 3 ടിപ്സാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേയും ക്ലാസ്സിലൊക്കെ മുന്നേ ക്ലാസ് എടുത്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. സോ ഫസ്റ്റ് ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങളിൽ വിശ്വസിക്കുക. ബിലീവ് ഇൻ യോർ സെൽഫ്. എന്ത് വന്നാലും ഞാൻ എന്നിൽ വിശ്വസിക്കും, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഐ ആം ദി ബെസ്റ്റ്, ഐ വിൽ വിൻ എന്നിങ്ങനെ ഒരു 10,000 വട്ടമെങ്കിലും നിങ്ങളോട് ഇനി എക്സാമിൻ്റെ മുന്നുള്ള സമയം വരെ പറയുക. ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഐ എം വെരി 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 കോൺഫിഡൻറ്റ്, ഞാൻ ജയിക്കുക തന്നെ ചെയ്യും, എന്നെ ജയത്തിൽ നിന്നും പിന്നോട്ട് വലിക്കാൻ ഒരാൾക്കും പറ്റില്ല, ഐ വിൽ വിൻ. ഇത് നിങ്ങളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. നിങ്ങൾ ഒരു പോസിറ്റീവ് അഫർമേഷൻ നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ മൈൻഡിനും ഒക്കെ കൊടുക്കുകയാണ് ഇവിടെ. നിങ്ങളെ തന്നെ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബോഡിയും മൈൻഡും എല്ലാം നിങ്ങളെ വിശ്വസിച്ച് തുടങ്ങുകയും നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരിക, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട പ്രസൻസ് ഓഫ് മൈൻഡ് തരാനും നിങ്ങളുടെ ബോഡിക്കും മൈൻഡിനും എല്ലാം സഹായിക്കും. സോ ഇന്ന് മുതൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഈ നിമിഷം മുതൽ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് നന്നായിട്ട് ഇൻഹെയിൽ എക്സ്ഹെയിൽ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ വേർഡിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസിറ്റീവ് വേർഡിങ്സ് നിങ്ങളോട് തന്നെ പറയുക. ഐ ആം ദി ബെസ്റ്റ്, ഐ ആം വെരി കോൺഫിഡൻറ്റ്, ഐ വിൽ വിൻ ദിസ് എക്സാം, അല്ലെങ്കിൽ ഐ വിൽ പാസ് ദിസ് എക്സാം, ഐ വിൽ ഗെറ്റ് ദാറ്റ് മെഡിക്കൽ ഓഫീസർ സീറ്റ്. ഇങ്ങനെ എത്ര പ്രാവശ്യം പറയാൻ പറ്റുന്നോ അത്രയും പ്രാവശ്യം നിങ്ങൾ ഈ 2 ദിവസത്തിൽ പറയാൻ ശ്രമിക്കുക. കാരണം നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന സമയത്ത് നമുക്കൊരു പ്രഷർ വരും, നമുക്കൊരു ഭയങ്കര സ്ട്രെസ്സ് വരും, നമ്മൾ വളരെ കൺജസ്റ്റഡ് ആയി പോകും. നമ്മുടെ തോട്ടും നമ്മുടെ മൈൻഡും എല്ലാം നെഗറ്റിവിറ്റി കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ അറിയില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ നെഗറ്റിവിറ്റി അങ്ങ് നിറയുന്നത് കാരണം ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഓർമ്മ വരാതിരിക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോവുക, ഇങ്ങനെ പല സാഹചര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാധനം നിങ്ങൾക്ക് എക്സാം ഹാളിൻ്റെ ഉള്ളിലടക്കം നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം, അല്ലെ പ്രാവർത്തികമാക്കി നോക്കാവുന്നതാണ്. ഏതെങ്കിലും 1, 2, 3 ക്വസ്റ്റ്യൻ അടുപ്പിച്ചറിയില്ല എന്നുണ്ടെങ്കിലും സാരില്ല, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും എന്നൊരു 2 പ്രാവശ്യം ഒരു സെക്കൻഡ് ബ്രേക്കിൻ്റെ ഇടയിൽ പറഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ വേറൊരു ശക്തിക്കും ആവില്ല. 2ാമത്തെ പോയിന്റ്, ടിപ്പ് നമ്പർ 2, ഈ പറഞ്ഞത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇത് വേറൊരു തരം പോസിറ്റീവ് ഇൻഫർമേഷനാണ്. ഈ പറഞ്ഞത് നിങ്ങളിപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ഞാൻ വിജയിക്കും, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത്. ഇത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ഇനിയുള്ള 2 ദിവസം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ട
ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് എക്സാം എഴുതുന്നതായിട്ടും വളരെ ഹാപ്പി ആയിട്ട് എക്സാം ഹാളിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നതായിട്ടും വളരെ മനോഹരമായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന എമ്മോയുടെ ചെയറിൽ നിങ്ങൾ ഇരിക്കുന്ന ആ ദിവസം, അല്ലെങ്കിൽ ആ രജിസ്റ്ററിൽ നിങ്ങൾ ആദ്യമായിട്ട് സൈൻ ചെയ്യുന്ന ആ ഒരു സീനാണ് ഇനി മുതൽ നിങ്ങളുടെ ഇമാജിനേഷനിൽ 2-3 ദിവസത്തേക്ക് തെളിഞ്ഞു നിൽക്കേണ്ടത്. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ എന്ത് പറയുന്നതും അതേ നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കുള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ പോസിറ്റീവ് വഴിയിലോട്ട് പോകാനുള്ള വഴി സ്വന്തം കണ്ടുപിടിക്കും. നമ്മൾ നെഗറ്റീവായിട്ട് നിന്ന് വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഓൾ ഫിൽഡ് വിത്ത് നെഗറ്റിവിറ്റിയാണ്. അപ്പം അതിന് പോകാൻ വേറെ വഴികളൊന്നുമില്ല, അത് നെഗറ്റിവിറ്റിയിലേക്ക് തന്നെ റിസോർട്ട് ചെയ്യും. സോ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, നമ്മൾ എന്ത് നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു, അതിലേക്കാണ് ബ്രെയിൻ പോകാൻ ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതലുള്ള 3 ദിവസം നിങ്ങളുടെ മുന്നിലുള്ള വിഷ്വൽ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് പരീക്ഷ എഴുതുന്നു, വളരെ ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങുന്നു, റിസൾട്ട് വരുന്നു, നിങ്ങൾ ആ എമ്മോടെ കസേരയിൽ പോയി ഇരിക്കുന്നു, അവിടെ നിങ്ങൾ ആ രജിസ്റ്ററിൽ ആദ്യത്തെ ഒപ്പുവെക്കുന്നു. നിങ്ങളുടെ സ്വപ്ന നിമിഷമായിട്ടുള്ള ആ നിമിഷമായിരിക്കണം ഇനി മുതൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എന്താ പറയുക പാസ് ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ എപ്പോഴും ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഉണർന്ന ഉടനെ എപ്പോഴും നിങ്ങൾ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക. പരീക്ഷ ടഫായി, അയ്യോ എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ പഠിച്ചതൊക്കെ വെറുതെയായി, ഇങ്ങനത്തെ തോട്ട്സ് നിങ്ങൾ ബ്രെയിനിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ തന്നെ തോന്നും ശരിയാ ഞാൻ പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ, ശരി ഓർമ്മയില്ല. ആ നെഗറ്റീവ് തോട്ടാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉറച്ചു പോവാം. അപ്പോൾ അതിന് പകരം ഇങ്ങനത്തെ സ്ട്രെസ്സ് വരും, ടെൻഷൻ വരും, പഠിച്ചത് ഓർമ്മയില്ല എന്നുള്ള ടെൻഷനൊക്കെ വരുന്നത് വളരെ സ്വാഭാവികമാണ്. ആ ടെൻഷൻ വരുമ്പോഴും അതിനെ ഒന്ന് ഓവർകം ചെയ്തിട്ട് ഈ സീൻ ഇമാജിൻ ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് എഫർമേഷൻ പറഞ്ഞ് വിശ്വസിക്കാനും ശ്രമിക്കുക. ഓക്കെ, ടിപ്പ് നമ്പർ 3, നമ്മൾ മെൻ്റൽ ഫെറ്റീഗിന് അല്ലെങ്കിൽ മെൻ്റൽ സപ്പോർട്ട് എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ഈ 2 പോയിന്റിൽ സംസാരിച്ചു. മൂന്നാമത്തെ അല്ലെങ്കിൽ ടിപ്പ് നമ്പർ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിസിക്കൽ ഫാക്ടേഴ്സിനും നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ പരീക്ഷാ ഹാളിലേക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ 2 ദിവസം മുന്നേ തന്നെ നിങ്ങളെല്ലാം സെറ്റാക്കി വെക്കുക. ഹാൾ ടിക്കറ്റ് ആയാലും പെന്നായാലും പെൻസിലായാലും വാട്ട് എവർ യു വോണ്ട് ടു ക്യാരി ടു ദാറ്റ് എക്സാമിനേഷൻ ഹാൾ, അത് എന്തെല്ലാമാണ് എന്നുള്ളത് വ്യക്തമായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയും അത് ഇന്ന് കുറച്ച് സമയമെടുത്ത് അത് ഒരുക്കി വെക്കുകയും ചെയ്യുക. നിങ്ങൾ ഇടാൻ പോകുന്ന ഡ്രസ്സുകൾ എല്ലാം ചൂസ് ചെയ്ത് വെക്കുക. രാവിലെ ആകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്, അയ്യോ ഈ ഡ്രസ്സ് തേച്ചില്ല, ആ ഡ്രസ്സ് എടുത്തില്ല, ഇതിൻ്റെ പാൻറ്റ് കാണാനില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഷർട്ട് കാണാനില്ല, ഇങ്ങനെയൊന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നിങ്ങൾ ഇടാൻ പോകുന്ന ഡ്രസ്സ് അടക്കം എല്ലാം വെൽ സെറ്റായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം ഭക്ഷണം, വെള്ളം. ചൂട് കാലമാണ്, വളരെയധികം ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് വെള്ളം കുടിക്കാൻ നന്നായിട്ട് ഓർക്കുക. ഭക്ഷണം കഴിച്ച് ശീലമുള്ള, ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ മാത്രം 2 ദിവസം കഴിക്കുക. പ്രത്യേകിച്ച് എക്സാമിന് അന്ന് രാവിലെ. ഹോട്ടലിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പുതിയ തരം ഭക്ഷണങ്ങളൊക്കെ അവിടെ ബുഫേയിലൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾക്ക് കഴിച്ച ശീലമുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്യാസോ വല്ല അസിഡിറ്റിയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് പരീക്ഷാ ഹാളിലെത്തിയിട്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇങ്ങനെ ഫിസിക്കൽ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പറയട്ടെ, എന്തെങ്കിലും മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ തൈറോയിഡിൻ്റെ മരുന്ന്, അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഷുഗർ ഉള്ളവർ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളവർ ദയവ് ചെയ്ത് ഫോണിൽ അലാം സെറ്റ് ചെയ്ത് ആ മരുന്ന് അന്നത്തെ ദിവസം രാവിലെയോ എപ്പോഴാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ കഴിക്കാൻ ഓർമ്മിക്കുക. എക്സാം ഹാളിൽ പോകുന്നതിന് മുന്നേ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകൾ മിസ് ചെയ്ത് പോകരുത്. എസ്പെഷ്യലി തൈറോയിഡ്, ഷുഗർ, അയൺ സപ്ലിമെൻറ്റ്സ്, ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും തുടങ്ങണ്ട, കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ യാത്ര ചെയ്ത്, നിങ്ങൾ രാവിലെയാണ് യാത്ര ചെയ്ത് എക്സാം ഹാളിൽ എത്തുന്നതെന്ന് വെച്ചാൽ ചില സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉള്ള ആൾക്കാരുണ്ടാവാം. ചിലപ്പം യാത്ര ചെയ്യുമ്പോൾ സ്ട്രെസ് വരുമ്പോഴൊക്കെ മൈഗ്രെയിൻ വരുന്ന ആൾക്കാരുണ്ടാവാം. പീരിയഡ്സിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള വയറുവേദന വരുന്ന ആൾക്കാരുണ്ടാവാം. ഇവരൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കയ്യിൽ കരുതുക. ആവശ്യമെങ്കിൽ അത് നേരത്തെ തന്നെ കഴിക്കുക. ഇങ്ങനെ ഫിസിക്കൽ ഫാക്ടേഴ്സും കൂടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അലാം വെച്ചിട്ട് ഇതൊക്കെ ഓർക്കുക. അല്ലെങ്കിൽ കൂടെ ആരാണോ ട്രാവൽ ചെയ്യുന്നത്, കൂടെ ആരാണോ എക്സാം ഹാളിലേക്ക് വരുന്നത്, അവരോട് ഓർമ്മിപ്പിക്കാൻ പറയുക. ഇങ്ങനെ എല്ലാം സെറ്റാക്കി വളരെ സ്മൂത്തായിട്ട് പോയിട്ട് എഴുതേണ്ട ഒരു പരീക്ഷയാണത്. ഒരു വെപ്രാളവും നമുക്ക് പാടില്ല. പരീക്ഷാ ഹാളിൽ എത്തുന്നത് വരെ നമ്മൾ വളരെ സമാധാനത്തോട് കൂടിയിട്ട് വേണം ഈ സ്ട്രെസ്സിനെ ഡീൽ ചെയ്യാൻ. സ്ട്രെസ്സ് വളരെ നോർമലാണ്, ഞാൻ വീണ്ടും പറയുന്നു. സ്ട്രെസ്സ് വരും, സ്ട്രെസ്സ് പഠിച്ചില്ല എന്ന് തോന്നും, ഈ ഓർമ്മയില്ല എന്ന് തോന്നും, പല നെഗറ്റീവ് ഫീലിങ്സും വരുന്ന ഒരു സമയമാണിത്. അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു, എനിക്കിത് ലഭിക്കും, എനിക്കിത് കിട്ടും, വിജയം എൻ്റേതാണ്. ഇത് പറഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾ ആ പരീക്ഷാ ഹാളിൽ കയറാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ ഇനി പുതുതായിട്ടൊന്നുമില്ല. നിങ്ങളെല്ലാം ഓൾ സെറ്റാണ്. നിങ്ങൾക്കിനി
നിങ്ങളെ മറികടന്ന് പഠിക്കാൻ മാത്രം ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രയ്ക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത്രയ്ക്കും നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ എഫേർട്സ് ഫ്രൂട്ട്ഫുൾ ആവുന്ന ദിവസമാണ് വരുന്നത്. സോ എൻജോയ് യുവർ ഡേ, conquer your stress and come out in flying colors. Okay, so we are all waiting for that day. So all the very best from the entire Drona family. Thank you.